ഗസയിലെ ഇസ്രയേൽ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന UK, ഫ്രാൻസ്, കാനഡ സംയുക്ത പ്രസ്താവന സ്വാഗതാർഹമെന്ന് മുസ്ലിം വേൾഡ് ലീഗ്. ഇസ്രയേൽ അധിനിവേശ നടപടികൾ തുടർന്നാൽ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് പ്രസ്താവനയിൽ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതിനെയാണ് മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഈസ അനുമോദിച്ചത്. ഇസ്രയേൽ അധിനിവേശ സർക്കാരിന്റെ കീഴിൽ ദീർഘകാലമായി ദുരിതമനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുന്നതിനുള്ള ചുവടുവെപ്പ് എന്നാണ് അൽ ഈസ ഇതിനെ വിശേഷിപ്പിച്ചത്. UAEയിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ച ഹീര ഗ്രൂപ്പിന്റെ സ്ഥാപക നൗഹേര ഷെയ്ഖിനെതിരെ ജാമ്യമില്ലാ വാറന്റ്. 236 കോടി ദിർഹം വിലമതിക്കുന്ന ഹീര ഗോൾഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിലാണ് ഹൈദരാബാദിലെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. സ്വാഭാവിക ഉത്തരവുകളും നിരവധി അവസരങ്ങളും നൽകിയിട്ടും നൗഹേര ഷെയ്ഖ് ഹാജരാകാൻ പരാജയപ്പെട്ടുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാമ്പത്തികമോ ഭരണപരമോ ആയ ലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ദുബായിലെ പൊതുമേഖലാ ജീവനക്കാർക്ക് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഇത്തരം വിവരങ്ങൾ നൽകുന്നതിലൂടെ ഉന്നതോദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾ, തൊഴിൽ നഷ്ടം, ഉദ്യോഗക്കയറ്റത്തിലെ തടസ്സം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന പുതിയ നിയമമാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയുടെ അധികാര പരിധിയിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഇത് ബാധകമായിരിക്കും. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി നടപ്പിലാക്കിയിരിക്കുന്ന ഗതാഗത നിയമങ്ങൾ കണിശമായും പാലിക്കണമെന്ന് UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കുട്ടികളെ കയറ്റുമ്പോഴോ ഇറക്കുമ്പോഴോ സ്കൂൾ ബസ് ഡ്രൈവർമാർ സ്റ്റോപ്പ് ചിഹ്നം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഇത് പാലിക്കാത്ത ഡ്രൈവർമാർക്ക് 500 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും. സ്കൂൾ ബസ്സുകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റോപ്പ് അടയാളങ്ങൾ അവഗണിച്ചതിന് കഴിഞ്ഞ വർഷം മാത്രം UAEയിൽ 29,000 ഡ്രൈവർമാരിൽ നിന്ന് പിഴ ചുമത്തിയിട്ടുണ്ട്. നിയമലംഘനത്തിന് 1000 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 10 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ഈദുൽ അദ്ഹ ഖത്തറിൽ 5 ദിവസത്തെ അവധി. ജൂൺ 5 വ്യാഴാഴ്ച മുതലാണ് അവധി ആരംഭിക്കുന്നത്. അറഫ ദിനം ജൂൺ 5-നായിരിക്കുമെന്നാണ് പൊതുവെയുള്ള നിഗമനം. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. $1 കോടി ചെലവ് ചെയ്താണ് മസ്കറ്റിലെ അൽഖുവൈർ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കുന്നത്. 126 മീറ്റർ ഉയരമുള്ള ഈ കൊടിമരമാണ് ഇപ്പോൾ ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതി. കുളിമുറിയിൽ തലചുറ്റി വീണ് മരിച്ച മലയാളി അധ്യാപികയുടെ മൃതദേഹം മദീനയിൽ കബറടക്കും. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശി പുതുപ്പറമ്പിൽ റജീന ഷെരീഫാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. തബൂക്കിലെ സ്വകാര്യ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന റജീന ഭർത്താവ് ഷെരീഫ് മീരാനോടൊപ്പം കുടുംബസമേതം വർഷങ്ങളായി തബൂക്കിൽ താമസിക്കുകയായിരുന്നു. പൊതുസമൂഹത്തിന് സൗജന്യ നിയമസഹായങ്ങളും ബോധവൽക്കരണവും നടത്തുക എന്നത് പുണ്യപ്രവർത്തനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ദുബായ് KNCC സംസ്ഥാന ലീഗൽ സെൽ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CP ബാബു എടക്കുളം മുഖ്യാതിഥി ആയിരുന്നു. കോൺസുൽ പവിത്രകുമാർ മജുംദാർ മുഖ്യ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് അനിൽകുമാർ കൊട്ടിയം, അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, CA റസാഖ് എന്നിവർ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് യസീദ് ഇലത്തൊടി സ്വാഗതവും ഷെബിൻ മംഗലാപുരം നന്ദിയും പറഞ്ഞു.